വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളിലൊന്നാണ് ഉടമകളെ കാത്തുകഴിയുന്ന നാൽക്കാലികൾ. കഴിഞ്ഞ ദിവസം അവശനിലയിൽ കണ്ടെത്തിയ പശുക്കിടാങ്ങളെ രക്ഷപ്പെടുത്താൻ റിപ്പോർട്ടർ TV നടത്തിയ ശ്രമങ്ങൾക്ക് നല്ല പ്രതികരണമാണ് പ്രേക്ഷകർ നൽകിയത്. എന്നാൽ പിന്നീട് ആ കിടാങ്ങൾ എവിടെയെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം അവയെല്ലാം സുഖമായിരിക്കുന്നു എന്നാണ്. മഹാദുരന്തം മനുഷ്യരെ മാത്രമല്ല മിണ്ടാപ്രാണികളെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ദുരന്തത്തിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുള്ള 3 പശുക്കിടാങ്ങൾ ഇവിടെ ഈ ലയങ്ങളിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇതിന് ചുറ്റിപ്പറ്റി കിടക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇവിടെ താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ താമസിച്ചിരുന്നവരോ വളർത്തിയതാണ്. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഈ പശുക്കിടാങ്ങൾ പെടുകയും ഇവർക്ക് തൽക്കാലം ഒരു പശുക്കിടാവ് പൂർണ്ണമായ തോതിൽ നിലത്ത് വീണ് അത് അവശമായ നിലയിൽ കിടക്കുകയായിരുന്നു. അല്പം ഈ പ്ലാവിലയൊക്കെ ഇട്ടുകൊടുത്ത് അല്പം ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടെത്തുമ്പോൾ അവശ്യനിലയിലായിരുന്ന പൈക്കിടാങ്ങൾ ഇന്ന് ആരോഗ്യം വീണ്ടെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ക്ഷീരകർഷകൻ കൂടിയായ ബെന്നി പൊന്നുപോലെയാണ് മൂവർ സംഘത്തെ നോക്കുന്നത്. നിത്യേന കുളിപ്പിച്ച ആവശ്യത്തിന് പുല്ല് നൽകി പരിപാലനം. എല്ലാം നമ്മൾ കുളിപ്പിക്കാനൊക്കെ ഇണങ്ങി തരുന്നുണ്ട്. എല്ലാതും നമ്മൾ സഹകരിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനാണെങ്കിലും തീറ്റ കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ല സഹകരിക്കുന്നുണ്ട്. കൊടുക്കുന്ന തീറ്റയാണെങ്കിൽ പൂർണ്ണമായിട്ട് തിന്നുന്നുമുണ്ട്. അതുകൊണ്ട് ഹാപ്പിയാണ്. അവരും ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. ദുരന്തഭൂമിയിലെ ഭീതിതമായ സാഹചര്യം കിടാങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന് ബെന്നി പറഞ്ഞു. എന്നാലും മേഞ്ഞു നടന്ന് ശീലിച്ച കിടാങ്ങൾ തൊഴുത്തിൽ ഹാപ്പിയാണ്. കൂടെ ബെന്നിയും ഹാപ്പി. എവിടെയെങ്കിലും ഏതെങ്കിലും ഷെൽട്ടറിൻ്റെ ഒരു പിന്നെ കടേൻ്റെ തിണ്ണയിലോ ഒക്കെ കിടന്നുറങ്ങിയ ആ ശീലം ഉണ്ടാവുള്ളൂ. ഇവർക്കൊക്കെ തൊഴുത്തിലൊന്നും കിടന്നവരായിരിക്കില്ല ചിലപ്പോൾ. ഒരു പക്ഷേ വന്നപ്പോൾ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു വണ്ടിയിൽ കയറി വരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും വണ്ടി കയറി ഇറന്നിട്ട് ആൾക്കാരൊന്നും അല്ലല്ലോ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്ന് കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവായിട്ട് വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൊഴുത്തിലേക്ക് വന്ന് കയറി. വാർത്താ ഇടപെടലിലൂടെയാണ് 3 പൈക്കിടാങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. തുടർന്ന് സുരക്ഷിതമായ കൈകളെന്ന നിലയിൽ കുന്നമ്പറ്റ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റിനെ തന്നെ നോക്കാനുള്ള ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. പേരൊക്കെ വിളിച്ച് എത്ര കാലം വേണമെങ്കിലും നോക്കാമെന്ന് ബെന്നി. അപ്പോൾ എന്തായാലും ദിവസകാഴ്ച കുറച്ച് പുല്ലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. നമ്മളൊരു പശു ഉണ്ടല്ലോ, അപ്പോൾ കൂടാതെ നിന്നോളൂ. പേര് വിളിച്ചാൽ വരാൻ പാകത്തിനാക്കി എടുക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടി നമുക്ക് നേരത്തെയാണെങ്കിൽ നമുക്ക് ഓരോ പശുക്കൾക്കുള്ളതിന് ഓരോ പേരുണ്ടായിരുന്നു. അവരെല്ലാത്തിനും ഒരേ പേര് വിളിച്ചാൽ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഉടമയെക്കുറിച്ച് ചില സൂചനകൾ മൃഗസംരക്ഷണ വകുപ്പിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കിടാങ്ങളെ തിരികെ നൽകും. അതുവരെ സുരക്ഷിത കരങ്ങളിൽ തന്നെയാകും ഈ പൈക്കിടാങ്ങൾ. ദുരന്തഭൂമിയിൽ പെട്ടുപോയ ഈ കിടാങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം റിപ്പോർട്ടർ TVക്കുണ്ട്. ഇപ്പോൾ ബെന്നിച്ചേട്ടനുമായി സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ ഇനി ഇവരുടെ കാര്യത്തിൽ ആർക്കും ഒരാശങ്കയും വേണ്ട. പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ബെന്നിച്ചേട്ടൻ നൽകി കഴിഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.